ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഉഷാറായി വരുവാണ്. ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പോവാം. ഓഫ് ടു മൂന്നാർ ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറയാം. ഞങ്ങളുടെ കറക്കം വെച്ച് പോയിക്കഴിഞ്ഞാ അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ സത്യം കേട്ടാ. ഓ ചേട്ടാ, നമ്മളിപ്പോ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്ന പോലെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇറങ്ങാൻ പറ്റത്തില്ല. ടാസ്ക് ഒക്കെ ഉണ്ട്. വീടാണ്ട് ഇപ്പൊ വേസ്റ്റ് ഇവിടെ കളയാൻ, വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വേസ്റ്റ് കളഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഗുഡ് ബോയ്. ഇനി അതവിടെ കിടന്ന് വളവും. അപ്പോൾ ഒരു ചേട്ടൻ വരും. ഇപ്പോഴല്ല, ആ ചേട്ടൻ ഇടയ്ക്ക് പറമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് അതെടുത്ത് ഈ മരങ്ങൾക്കും ചെടികൾക്കും എല്ലാത്തിനും ഇട്ടോളും. നമുക്ക് ഇടണമെങ്കിൽ നമുക്കിടാം. സത്യം പറഞ്ഞാൽ ചെയ്ത് ശീലമൊന്നുമില്ല, ചെയ്ത് ശീലിക്കുവാണ്. ഞങ്ങൾ ഹോം ലൈഫ് ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു ശീലമില്ലാത്തൊരു പരിപാടിയാണല്ലോ. വീട്ടുകാരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതെ, വീട്ടുകാരുടെ കൂടെ നിൽക്കണ പോലെ അല്ലല്ലോ നമ്മൾ മാത്രമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ മാനേജായി വരുവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു പാറമടയാട്ടത്. നല്ല ക്യൂട്ട് പള്ളിയത്. ഇത് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളി കഴിഞ്ഞിട്ടുള്ളതല്ല, അല്ലാതെ നല്ല കീട്ടിലും പാടാണ്. നല്ല അടിപൊളി സൺറൈസ്. നടത്തി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ കയറ്റുള്ളൂ. ഓ അയ്യോ മലയാളി എന്നോട് രാത്രി പറഞ്ഞെന്ന് പറയൂ, ബെഡില് എന്നെ എടുത്ത അതിൻ്റെ അകത്തേക്ക് കിടത്തുക. ഞാൻ അവിടെ ചെല്ലുമ്പോ എണീക്കുന്നു, എനിക്ക് സർപ്രൈസ് ആവുന്നു. അതാണ് ലഭിച്ചേ. അപ്പൊ നമ്മള് ലിപ്പന്റെ വീട്ടിലെത്തി. അപ്പോൾ ലിപ്പൻ MC തന്നെയൊക്കെ അപ്പോൾ പോവാണ്. ന്യൂസ് ശരിക്കും ബെഡ് ഇടാനുള്ള പ്ലാനായിരുന്നു. ബർത്ത്ഡേ ഗേൾ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ, നെയ് റോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴൊന്നും മൂന്നാറത്തൊന്നും എനിക്ക് തോന്നല്ല കേട്ടാ. എന്താ പറഞ്ഞേ, ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ തണുപ്പത്തേക്ക് പോണാല് ഞങ്ങൾ ഓർത്തിട്ടില്ല. ഓർത്തായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഹുഡി വാങ്ങിക്കാന്ന് വിചാരിച്ച് കയറിയതാ. നോക്കി വന്നപ്പോൾ ഇവിടെ ഹുഡി മാത്രമില്ല, ബാക്കിയല്ലാതെ ഹുഡി കിട്ടിയില്ല, പുറത്തെല്ലാം കിട്ടിയില്ല. മഴ 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 കിടിലൻ മഴ. അപ്പൊ ഞങ്ങള് ഇന്നെപ്പോഴെങ്കിലൊക്കെ മൂന്നാറത്തുനിന്ന് ആയിരിക്കുന്നു. 10:45 ആവുന്നു. നമ്മളങ്ങനെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തിയതാണ്. നമ്മൾ പൈനാപ്പിളും എന്തൊക്കെയോ മാങ്ങയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടെ നല്ല മിനറൽസ് ഉള്ള നല്ല കിടിലം വെള്ളമാണ്. മല പോലെന്ന് വരുന്ന വെള്ളമാണിത്. മോൻ കഴിക്കാൻ കുഞ്ഞൂസേ
ഇത് മറ്റേ സിനിമയില് ദുൽഖർ കണ്ടിട്ടില്ലേ? ആഹാ പൊളിയാണ് പൊളി. മെച്ചൂരിറ്റി പ്രാന്ത്. മെച്ചൂരിറ്റി നമുക്ക് എപ്പോഴും മെച്ചൂരിറ്റി വേണം കുറച്ച്. ഗൈസ് ഞങ്ങളങ്ങനെ ഗ്യാപ്പ് റോട്ടിലേക്ക് എത്തി. ഓ നോക്കിയേ കോട കയറിക്കൊണ്ടിരിക്കണ നോക്കിയേ ഗൈസ്. മൂന്നാറ് ഒരു രക്ഷയില്ല ഗൈസ്. പെണ്ണുങ്ങൾക്കൊരു പരാതിയുണ്ട്, ഇതുപോലെ തണുപ്പത്ത് നിന്ന് മൂത്രയിക്കാൻ പറ്റാറില്ലെന്ന്. ഇത് കണ്ടില്ലേ ടെന്റിട്ടോട്ടേക്കണേ. ഹാപ്പി വൈബ് ഉള്ളി. ഇത് തന്നെ പറഞ്ഞ എന്റെ ഡീലർ തണ്ടാകൊണ്ട. ആദ്യം എവിടെ പോണം? ആദ്യം എവിടെ പോണം? അപ്പൊ ഇതാട്ടോ നമ്മുടെ കോട്ടേജ്. നമ്മളിപ്പോ ഒന്ന് സെറ്റിലായി. അപ്പോ കോട്ടേജിന്റെ ഇപ്പുറത്തേക്കുള്ള ഗൈസ്. അപ്പോൾ നമ്മൾ ചിന്നക്കനാലാണ് വന്നിരിക്കുന്നത്. കുഞ്ഞൂസ് പറഞ്ഞ പോലെ നമ്മൾ ലിപ്പനും സീതയും കുഞ്ഞൂസും കൊച്ചൊക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് ഇറങ്ങിയേക്കണാണ്. ഇതുപോലെ ട്രിപ്പ് നമ്മൾ ഇതിനു മുന്നേ ഇറങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു മാസം മുമ്പ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീതയുടെ ബർത്ത്ഡേ ആണ്. യെസ്. അപ്പൊ ഇതാണ് സീത. നാളെ വെഡിങ് കേക്ക് കട്ടില്ല ഗൈസ്. ഇവര് ഈ മനുഷ്യന് കേക്ക് മേടിച്ചില്ല ഗൈസ്. കേക്ക് ഇല്ലാത്തൊരു ബർത്ത്ഡേ വേണമെന്നൊരു ആഗ്രഹം. എല്ലാ ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ച് തിന്നില്ല പരിപാടി. ഇവളുടെ ബർത്ത്ഡേ കേക്ക് ഷുഗർ അതുകൊണ്ട് ഈ പ്രാവശ്യം കേക്കില്ല. അതെ ശ്രീതെന്ന്. അപ്പൊ സീതയും വലിയ വലിയ പ്രായത്തിലേക്ക് സീതയും കടന്നെത്തുന്നതുകൊണ്ട് എടുക്കുന്നില്ല. ഈ കൊച്ചിന്റെ അമ്മയാണ് സീത. എല്ലാവരും കാണണം. നല്ല പ്രായമുണ്ട്. തള്ളയാണ്. എനിക്ക് നല്ല പ്രായമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സ്വിമ്മിംഗ് പൂൾ കാണാൻ പോവാ. നമ്മൾ ഇപ്പോഴല്ല സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത്. നമ്മള് ഇതൊക്കെ ഇച്ചിരി ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത്. അപ്പൊ നമുക്ക് കാണിച്ചു തരാം. ഗൈസ് അവള് വിചാരിച്ചേക്കണ ഞങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നേട്ടാ. സത്യമായിട്ട് എനിക്ക് വയ്യ. തോർത്തില്ലത് അമ്പലക്കുളം അല്ലത് തോർത്തിട്ട്. ഇതാരാണ് ഇതെന്റെ പുറയില്? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയോ? മീനാക്ഷിയല്ല, മീനാക്ഷിയുടെ നാത്തുമാരാ. വേണ്ട, നല്ല കാറ്റോടാ. നോക്കി. ഓ ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള വലിയ വ്യൂ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷന്റെ ഒരു വൈബാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്.
ഞാൻ പറഞ്ഞില്ല തേയിലാണ് നമുക്ക് ചായ ഇത് നോക്കിയേ ഞങ്ങളിങ്ങനെ കുഞ്ഞിളം പൂവേ. ഇതാട്ടാ ഗൈസ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് കൂടെ തന്നെ അതെ ഇവിടെ ഇങ്ങനെ ഒരു പൂളും ഉണ്ട്. തണുക്കണ്ട നല്ല തണുക്കണ്ടല്ലേ? ഇതാ പറഞ്ഞ നാളെ ഇറങ്ങാൻ കുറച്ചുകൂടെ ഇറങ്ങടി. അപ്പൊ ഇതെന്താ വെള്ളത്തിൽ ഉറങ്ങണം? തണുപ്പുണ്ടോ വെള്ളത്തിന്? നോക്കട്ടെ ആ ഇച്ചിരി തണുപ്പ്. അയ്യോ അത്യാവശ്യം തണുപ്പൊന്നുമില്ല. തണുപ്പില്ല. എല്ലാം ഇന്ത്യയില് കളസുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങിയാണ്. സമയമായി 5 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റ് ഉണ്ട്. രാവിലെ ചൂടുള്ള കൂട്ടത്തില് ഒരാണുണ്ടെന്ന് വിചാരിച്ചു നീ അതിന്റെ ഇവനെ സാധാരണ എല്ലായിടത്തും ഇല്ലേ ഇവൻ കൂടെ വന്നാണ്. അത് ചോദിക്കല്ല കൂടെ വന്നാണ്. ഇപ്രാവശ്യം എന്റെ കാര്യം ഞാൻ പറയാല്ല സത്യമായിട്ട് നല്ല തണുത്തട്ട് വയ്യ. അത്യാവശ്യം മഴ തന്നെ ഉണ്ട്. ഇനിയിപ്പൊ കൂടുതലോട്ട് ഇറങ്ങിക്കാനല്ലേ സ്റ്റീം വൈബായിരിക്കും. കളസ് എടുക്കാൻ പോണാണ്. ആരെയും കൂട്ടിന് വരും. ഞാൻ പോയോ കളസ് എടുത്തോണ്ട് ഞാൻ കുളിക്കാൻ ഞാൻ വന്നി കേറിട്ട് അയ്യോ നടക്കാനുണ്ട്. താക്കോലിന്റെ ഉണ്ട് നടക്കാനുണ്ട്. അത് പറഞ്ഞ ഈ പ്രോപ്പർട്ടിയുടെ ഫീൽഡെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മള് നടക്കാനുള്ള സ്ഥലങ്ങൾ എടുക്കുക. അതേ വെറുതെ ഒരു ഹോട്ടൽ റൂം എടുക്കരുത് ഒരിക്കലും. ഇതുപോലെ നടന്ന് ഇങ്ങനെ ഉപ്പാടിളകി ഇങ്ങനെ നടക്കാണ്. വേണ്ട ഊഞ്ഞാല്. അയ്യോ ഞങ്ങളോട് ഊഞ്ഞാലൊന്നുമില്ല കേട്ടാ. ഏത് മൂട് ഗൈസ്? ഇപ്പോൾ മൂന്നാറ് വരുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഇത് ജൂൺ 9 എടുക്കുന്ന വീഡിയോ ആണ്. ഇതൊക്കെയാണ് അവസ്ഥ. കുറച്ച് മഴയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങോട്ട് വരിക. ഈ മഴയത്തൊക്കെ ഇറങ്ങി പൂളിലൊക്കെ കുളിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയിലൊക്കെ ഇല്ലേ, ബാൽക്കണിയിലൊക്കെ ഇരുന്ന് നമുക്ക് വൈബ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ബാൽക്കണിയൊക്കെ നനഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരിക. ഇതെന്താടി തണുപ്പുണ്ടാടി? ഒട്ടും തണുപ്പില്ല. ഇതിന് മുന്നേ പോയി സ്റ്റേ അടിച്ച സ്ഥലത്ത് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ഞാനും സീതയും കുഞ്ഞൂസും കൂടി ആയിട്ട് ഇറങ്ങിയത്. അന്ന് ലിപ്പന ഇറങ്ങിയില്ല. എങ്ങനെ ഗൈസ്? അപ്പോൾ ഞാനും ലാസ്റ്റ് പൂളിലേക്ക് ഇറങ്ങി. ഓ അടിപൊളി ഫീലാണ്. നല്ല ചിൽഡ് എന്ന് പറഞ്ഞാൽ നല്ല ചിൽഡ് വെള്ളം. മുട്ട വായിക്കാണ്. നിക്കണം ഇപ്പൊ നോക്കി അവിടെ കണ്ടാ മുകളിൽ നിന്നാ തണുക്കും. ഗൈസ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഫാമിലി പറഞ്ഞ സെറ്റ് ചെയ്യണത് പൊളിക്കും. ലൈഫ് ഒന്നുള്ള കിട്ടുന്ന സമയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ അടുത്ത ദിവസത്തേക്ക് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഓക്കെ ഗൈസ്? അപ്പൊ നമുക്ക് കേക്ക് കിട്ടി. അപ്പൊ നമ്മള് ഷിൻസിയുടെ ബർത്ത്ഡേ, സീതയുടെ ബർത്ത്ഡേ നമ്മള് കളറാക്കും. എന്താ വാങ്ങിച്ചത്? ഫുഡ് മേടിക്കാൻ വന്നേക്കണേ. അപ്പൊ ഇവിടെ ഫുഡ് അതെ നമ്മള് ഇപ്പൊ എന്താണ് ഫുഡ് ഓർഡർ ചെയ്തത്? നമ്മള്
ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബാർബിക്യൂ. ഇതിലിപ്പം കഴിഞ്ഞ പ്രാവശ്യം ചിന്നക്കനാല് വന്നപ്പോഴത്തേക്കും കണ്ടുപിടിച്ച കടയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണമുണ്ടായി. നല്ല തണുത്ത കാറ്റും. ഇതെന്താ ഈ കാറ്റ് നോക്കി, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് രീതിയിൽ തണുക്കണമെന്ന്. ഇതാട്ടാ ഷോപ്പിന്റെ പേര് ഡാർക്ക് കിഡ്സ്. നമ്മുടെ ഫുഡ് കിട്ടി. പക്ഷേ എത്ര നേരം എന്നറിയാം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത്. അപ്പൊ ഇതാട്ടാ കട. അപ്പോൾ നമ്മള് സർപ്രൈസ് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ ആണ്. മൈസ് പറയില്ല. ഞാൻ സർപ്രൈസ് ബർത്ത്ഡേ ഇപ്രാവശ്യം ആഘോഷിക്കുന്നത് ചുണങ്ങമേലി ചിന്നക്കനാലിലാണ്. അപ്പൊ എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ ഒരു കട കുത്തി തുറന്നാണ് കേക്ക് കട തുറക്കാനായിട്ട് താഴെ പൊട്ടിക്കാൻ സമയം എടുത്തു. പിന്നെ അതിന്റെ കാശ് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പൊന്നൂസായിരുന്നു ഇതൊക്കെ ഓർഗനൈസ് ചെയ്തത്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ പൊന്നൂസാണ്. ഞാൻ കേക്ക് മുറിക്കാൻ പോണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സീത, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് മൂന്നാറിൽ കേക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഞാനാണ് കൊടുക്കണ എന്റെ ബർത്ത്ഡേ. അപ്പോ ഗൈസ്, അപ്പോ ഇതാണ് സർപ്രൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ വേണ്ടി ലേറ്റ് ആയത്. അത് കണ്ടോണ്ടിരിക്കാൻ അവർക്കറിയാം. ഇവരിവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കണായിരുന്നു. നിങ്ങളെവിടെയാ നിങ്ങളെവിടെയാ. ഞങ്ങൾ എവിടെയാന്ന് വെച്ചാലേ ഇവര് വഴിതെറ്റിങ്ങ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് പോയാലും വഴിയേറ്റിപ്പോ ആദ്യം വേണ്ടി ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൂടെ See you guys. Bye. അതുകൊണ്ട് നമ്മളിന്ന് ഫുൾ ഇറങ്ങിയിട്ടാണ്. ഈ പത്രക്ക് നീങ്ങാന്ന് തണുത്ത പോലെ ഒന്നുമില്ല. So high, feet on the ground, but I still get by. The rules were made for someone else to try, but not me,
not me. They say slow down.